നമുക്ക് പനീർ ബട്ടർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക്. അതിലേക്ക് ഞാൻ അല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പനീർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, പെരുംജീരകമൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10-15 കാഷ്നട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കസൂരി മേത്തിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.